എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി പ്രവേശന പരീക്ഷയായിട്ടുള്ള കീം 2024 എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് വിദ്യാർത്ഥികൾ ഇതിനകം നിങ്ങളുടെ +2 മാർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ +2 ആ ഒരു അപ്ലോഡ് ചെയ്ത മാർക്ക്, യോഗ്യതാ പരീക്ഷയുടെ മാർക്ക് നിങ്ങൾക്ക് പരിശോധനക്കായിട്ട് പ്രസിദ്ധപ്പെടുത്തി. ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് ഇത് പരിശോധിക്കുന്നതിനായിട്ട് വിദ്യാർത്ഥികൾക്ക് അവസരം. അതുപോലെ 5 മണി വരെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് തിരുത്താൻ ആവശ്യമായിട്ടുള്ള മാർക്ക് ലിസ്റ്റുകൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നതും ആയിരിക്കും. ഇല്ല എങ്കിൽ നിലവിൽ ലഭ്യമായിട്ടുള്ള മാർക്ക് വെച്ച് റാങ്ക് പട്ടിക തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുള്ളത് 2024 എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്ക് വിദ്യാർത്ഥികളുടെ യോഗ്യതാ പരീക്ഷയുടെ അതായത് +2 അല്ലെങ്കിൽ ഇക്വലൻസി അതായത് തത്തുല്യം പരീക്ഷയുടെ മാർക്ക് വിവരങ്ങൾ ഓൺലൈനായിട്ട് പ്രവേശന പരീക്ഷാ കമ്മീഷനുടെ www.ce.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ പരിശോധിക്കാൻ അല്ലെങ്കിൽ വ്യത്യാസമുള്ള പക്ഷം രേഖകൾ സമർപ്പിക്കുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അപ്രകാരം വിദ്യാർത്ഥികൾ ഓൺലൈനായിട്ട് സമർപ്പിച്ചതും എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ യോഗ്യത നേടിയ വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തി എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്ക് പരിഗണിക്കുന്നതുമായിട്ടുള്ള മാർക്ക് സംബന്ധിച്ചുള്ള വിവരങ്ങൾ വിദ്യാർത്ഥികൾക്ക് പരിശോധനയ്ക്കായിട്ട് ce.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. മേൽപ്പറഞ്ഞ വെബ്സൈറ്റിൽ 9/7/2024 വൈകുന്നേരം 5 മണി വരെ മേൽപ്പറഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് മാർക്ക് പരിശോധിക്കാവുന്നതാണ്. വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള കീം 2024 കാൻഡിഡേറ്റ് പോർട്ടൽ എന്ന ലിങ്കിലൂടെ അപേക്ഷാർത്ഥികൾ അവരുടെ അപേക്ഷാ നമ്പർ, പാസ്വേഡ് അതുപോലെ എന്നിവ നൽകി ഹോം പേജിൽ പ്രവേശിച്ച ശേഷം +2 മാർക്ക് വെരിഫിക്കേഷൻ ഫോർ ENGG എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് 2ാം വർഷ യോഗ്യതാ പരീക്ഷയിൽ നിശ്ചിത വിഷയങ്ങൾക്ക് ലഭിച്ച മാർക്ക്, പരമാവധി മാർക്ക്, അതുപോലെ പഠിച്ച ബോർഡ്, പാസ്സായ വർഷം എന്നിവ വെബ് പേജിൽ കാണിച്ചിട്ടുള്ള പ്രകാരം ശരിയാണോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടതാണ്. ഇത് പരിശോധിച്ച ശേഷം നിങ്ങൾക്ക് വെബ് പേജിൽ കാണിച്ചിട്ടുള്ള മാർക്ക് ഈ ഒരു വിവരങ്ങൾ ശരിയാണെങ്കിൽ ഓരോന്നും നേരെയുള്ള നോ ചേഞ്ച് അതുപോലെ തന്നെ അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത ശേഷം വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് വിവരങ്ങൾ ശരിയാണ് എന്ന് ഉറപ്പാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വെബ്സൈറ്റിൽ കാണിച്ചിട്ടുള്ള മാർക്ക് വിവരങ്ങൾ സംബന്ധിച്ച് തിരുത്തലുകൾ ആവശ്യമുള്ള പക്ഷം തിരുത്തേണ്ട വിവരത്തിന് അതുപോലെ തന്നെ വിവരങ്ങൾക്ക് നേരെയുള്ള ചേഞ്ച് റിക്വയർഡ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതും തിരുത്തലുകൾ ആവശ്യമില്ലാത്തവയ്ക്ക് നേരെ നോ ചേഞ്ചും മാർക്ക് ചെയ്ത് തുടർന്ന് വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് മിസ്മാച്ച് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതുമാണ്. അതിനുശേഷം തിരുത്തലുകളെ സാധൂകരിക്കുന്ന മാർക്ക് ലിസ്റ്റുകൾ ഒരു PDF ആയിട്ടാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. PDF ആക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് കുറേ ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എല്ലാത്തിനെയും സ്കാൻ ചെയ്ത് ഒറ്റ PDF ആക്കിയിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. മാർക്കിൽ തിരുത്തലുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് വിദ്യാർത്ഥികൾ തപാലിലോ അല്ലെങ്കിൽ നേരിട്ടോ അല്ലെങ്കിൽ ഇമെയിൽ മുഖാന്തരമോ ലഭിക്കുന്ന വിദ്യാർത്ഥികൾ അയക്കുന്ന അപേക്ഷകളൊന്നും പരിഗണിക്കുന്നതായിരിക്കില്ല. ഇപ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്ന അപേക്ഷകൾ അതായത് ആരും നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസേ പരിഗണിക്കുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. മുൻ വിജ്ഞാപന പ്രകാരം അപ്ലോഡ് ചെയ്ത മാർക്ക് ലിസ്റ്റുകളിൽ അപാകതകൾ ഉണ്ടായിരുന്നവർക്ക് അവരുടെ മാർക്കുകൾ പരിശോധനാ വേളയിൽ ദൃശ്യമാകുന്നതായിരിക്കില്ല. അതുപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള മാർക്ക് ലിസ്റ്റുകൾ അല്ലെങ്കിൽ അപാകതയില്ലാതെ വ്യക്തമായിട്ടുള്ള മാർക്ക് ലിസ്റ്റുകൾ വെബ് പേജിലൂടെ നിശ്ചിത സമയത്തിനകം അപ്ലോഡ് ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം ഇത്തരം വിദ്യാർത്ഥികളുടെ നിലവിൽ ലഭ്യമായിട്ടുള്ള മാർക്കുകൾ അതേപടി റാങ്കിനായിട്ട് പരിഗണിച്ച് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതാണ്. എന്നാൽ ഇത്തരം വിദ്യാർത്ഥികളുടെ റാങ്ക് തടഞ്ഞു വെക്കുന്നതും ആയിരിക്കും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തതായിട്ടുള്ളത് 9/7/2024 അതായത് ഇന്ന് വൈകുന്നേരം 5 മണിക്കുള്ളിൽ ലഭിക്കുന്ന മാർക്ക് വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് 2024 എഞ്ചിനീയറിംഗ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുക. ഈ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് അപ്പോൾ മാർക്ക് വിവരങ്ങൾ ഓൺലൈനായിട്ട് പരിശോധിച്ച് വിദ്യാർത്ഥികൾ ഉറപ്പുവരുത്താതെ വിദ്യാർത്ഥികളുടെയും അതുപോലെ തിരുത്തലുകൾ ആവശ്യമുള്ള പക്ഷം അവ വരുത്താത്തവരുടെയും നിലവിലെ മാർക്കുകൾ അതേപടി റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് വേണ്ടി ഒരു കുറിപ്പുണ്ട്. അതായത് ഒന്നിലേറെ രേഖകൾ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട് എങ്കിൽ ഇത് സ്കാൻ ചെയ്ത് ഒരു PDF ആക്കി അപ്ലോഡ് ചെയ്യേണ്ടതാണ്. പ്രത്യേക ശ്രദ്ധയ്ക്ക് വിദ്യാർത്ഥികൾ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നതിലേക്കായിട്ട് പരിഗണിക്കപ്പെട്ട മാർക്കുകൾ, പാസ്സായ വർഷം, പഠിച്ച ബോർഡ് എന്നിവ പ്രവേശന സമയത്ത് കോളേജ് അധികാരികൾ പരിശോധിക്കുന്നതും ഈ ഒരു വിവരങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം കാണുന്ന പക്ഷം അത്തരം വിദ്യാർത്ഥികൾ പ്രവേശനത്തിന് അയോഗ്യരാകുന്നതും ആയിരിക്കും. വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.